back to my channel. English channel just subscribe subscription button click ചെയ്യാൻ ശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലത്തെ ഒരു പാസ്ത ഇൻസ്റ്റന്റ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റന്റ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഞാൻ പാസ്ത ഒക്കെ ആണെങ്കിൽ വെളിയിലൊക്കെ പോകുമ്പോഴാണ് കഴിക്കുന്നത്, റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ ഈ ഒരു പാസ്ത എന്ന് പറഞ്ഞിരിക്കുന്നത് പണ്ടങ്ങാണ്ട് കഴിച്ച നോർമലാണ് മാഗിയുടെ. പിന്നെ അല്ലാതെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ജസ്റ്റ് ബർണർ ഓൺ ആക്കിയിട്ട് പാസ്തയും അതുപോലെ തന്നെ കുറച്ച് മസാലകൾ ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാൻ എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഈ പാസ്ത ഇങ്ങനെ തയ്യാറാക്കുന്ന ജസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ ബർണർ ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ പാസ്തയും അതുപോലെ തന്നെ ടേസ്റ്റ് മേക്കർ സാഷറ്റ്സും നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ബർണർ ഓൺ ആക്കാൻ വേണ്ടി. അതായത് 2 കപ്പ്, ഞാനിപ്പോൾ ഏകദേശം ഈ 2 കവർ പാസ്തയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 4 കപ്പ് വെള്ളമായിരിക്കും തോന്നുന്നു. ഈ കണക്കിനൊക്കെ ഭയങ്കര ഇതാട്ടോ, കണക്കിനൊക്കെ ഭയങ്കര മോശമാണ്. അപ്പം നമ്മൾ ഇത്രയും നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ബോയിൽ ചെയ്തിട്ട് 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ റെഡിയാവുന്നതാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സംഭവം ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ തന്നെത്താൻ ഇത് ഉണ്ടാക്കുന്നത്. എനിക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് പാസ്ത ഈ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇതാണ് തോന്നുന്നു അവരുടെ പൊടിയെന്ന് തോന്നുന്നു, സാഷറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഞാനും അമ്മയും പപ്പയോട് പറഞ്ഞ സാധാ നമ്മൾ പാസ്ത അല്ലാതെ വാങ്ങിക്കത്തില്ല, ലൂസായിട്ട് വാങ്ങിക്കത്തില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് കൊണ്ടുവന്ന് ഇതാണ്. നമുക്കിത് ഇതിനകത്തോടെ നമുക്ക് ആഡ് ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ടല്ല ചെയ്യുന്നത്. ഞാനൊരു 4 കപ്പ് വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നത്. ഒരു 4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തെറ്റിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇത്രയും വെള്ളം മതിയെന്ന് തോന്നുന്നു. ചെയ്യാൻ വേണ്ടി ഇച്ചിരി കുറച്ച് വെള്ളം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. നന്നായിട്ട് വേവട്ടല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് അത് കട്ടയൊക്കെ ഒന്ന് മാറണം കേട്ടോ. ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു മസാലയൊക്കെ. അപ്പോൾ കട്ട ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഞാനിത് ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ട്, ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കട്ടയൊക്കെ ഇളകിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിനെ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ഇതൊരു എന്താ പേര് പറഞ്ഞേക്കുന്നത് വെച്ചാൽ പാസ്ത ചീസി ടൊമാറ്റോ ട്വിസ്റ്റാണിത്. അപ്പം ഒരു ചുവന്ന കളർ, ഒരു ടൊമാറ്റോയുടെ ഒക്കെ ഒരു കളറാണിത്. അപ്പം ഞാനിതൊരു ഈ ഒരു ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. ഞാൻ നല്ല രീതിയിൽ തിളച്ച് വരണം ഇത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഈ പാസ്ത ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കേട്ടോ. എൻ്റെ അടപ്പ് ശരിക്കും എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറേ അടപ്പെടുത്ത് നോക്കി, ഇതിൻ്റെ അടപ്പ് വെച്ച് നോക്കി, പക്ഷെ ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് വലിയൊരു അടപ്പ് വെച്ച് ഇത് അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ പാസ്ത ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് പാസ്ത ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തായാലും റിസൾട്ട് എങ്ങനെയാവുമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 5 മിനിറ്റ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിപ്പം
ഒരു 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് അത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു കേട്ടോ. തുറന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുകയാണ്. അത് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും ക്യാരറ്റ്സോ അല്ലെങ്കിൽ ഒണിയനോ സവാളയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത്. ഇത് വെള്ളം നല്ല രീതിയിൽ ഇത് വെള്ളം ഒന്ന് വറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് തൊട്ട് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് വേവണം. ഇതൊന്ന് അടി പിടിക്കാതെ നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി ഒന്ന് കൊടുക്കുന്നത്. അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അടി പിടിക്കാൻ ജസ്റ്റ് നോക്കുക. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എങ്ങനെയാവും ഇത്? ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ തണുത്തിട്ടാണ് കഴിക്കുന്നത്. നമുക്കറിയാം കട്ടിയും ആ ഒരു ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പം നമ്മുടെ പാസ്ത ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്. ഈ വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് കുറുകി ഒന്ന് വരണം. നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ നമുക്ക് അല്ലാതെ വാങ്ങിക്കുന്ന കേട്ടോ കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ബൾക്ക് ലൂസായിട്ട് വാങ്ങിക്കുന്ന ആ പാസ്തയ്ക്കായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരുന്നത്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്. ഇതാവുമ്പോഴത്തേക്കും കുറച്ച് കെമിക്കൽസൊക്കെ ഇതിനകത്ത് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ പാസ്ത ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം കുറുകി വരികയാണ്. ഒരിത്തിരിയും കൂടെ കുറുകിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും നിർത്തി കേട്ടോ. എൻ്റെ അടി പിടിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ വെള്ളം കൂടെ വറ്റാൻ വേണ്ടി ഉള്ളായിരുന്നു. ഇതായപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിർത്തി ഓഫാക്കിയതുണ്ടോ. നമ്മുടെ പാസ്ത ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അടിയിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിതങ്ങ് ഓഫ് ചെയ്തത്. അപ്പോൾ ഞാൻ പകുതി ആയപ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആവാറുണ്ട്. അതിന് കുഴപ്പമില്ല. അടി പിടിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നേ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നു അടി പിടിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അത് അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇളക്കി എടുക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓഫാക്കിയിട്ട് നമ്മുടെ പാസ്ത ഏകദേശം സെറ്റായിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചൂടാട്ടോ. നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായിട്ട് കണ്ടോ അറിയാൻ. കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലൊക്കെ ഇഷ്ടം നമ്മളല്ലാതെ ലൂസായിട്ട് വാങ്ങിക്കുന്ന പാസ്ത ഉണ്ടല്ലോ. നമ്മളിത് മസാലയൊന്നും ഇല്ലാതെ ഇൻസ്റ്റൻറ്റ് അല്ലാത്ത പാസ്ത നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പാസ്ത. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനേക്കാൾ ഇത് വലിയ കുഴപ്പമൊന്നും നമുക്ക് ചുമ്മാ ഇങ്ങനെ കഴിക്കാം. അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് പാസ്ത ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാസ്ത ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആവുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.